ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ മനുഷ്യന് എത്രമാത്രം സ്ഥാനമുണ്ടല്ലോ. നമ്മൾ ഈ വചനം മുഴുവനും വായിക്കുമ്പോൾ, സങ്കീർത്തനം 91 ഒന്നാമത്തെ അധ്യായം തുടങ്ങി വായിക്കുമ്പോൾ ദൈവം ഒത്തിരിയേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യരുടെ രക്ഷ. അവനവൻ തന്നെ തിരിച്ചറിയണം അല്ലെ. ഇപ്പൊ ദൈവം നമ്മളെ മരണം വരെ ഒരുപാട് അപകടങ്ങളിൽ നിന്ന്, ഒരുപാട് രോഗങ്ങള്, ഒരുപാട് സാമ്പത്തികമായ പ്രതിസന്ധി, അല്ലെങ്കിൽ മാനസികമായ വലിയ പ്രതിസന്ധികളിൽ നിന്നൊക്കെ ദൈവം നമ്മളെ ഇതുവരെ സംരക്ഷിച്ചിട്ടുണ്ട് അല്ലെ. സംരക്ഷിച്ചിട്ടുണ്ടോ? അതെ അതെ ഒത്തിരി സംരക്ഷിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മള് ഈ വചനങ്ങളെല്ലാം ഓരോ ദിവസവും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവം ഒരിക്കലും വിശ്രമിക്കുന്നില്ല. അതാണ് ഒരു പ്രത്യേകത. ദൈവം നമ്മൾ എത്ര പ്രാവശ്യം വിശ്രമിക്കും അല്ലെ, പക്ഷെ ദൈവം വിശ്രമിക്കുന്നേ ഇല്ല. രാവും പകലും മനുഷ്യരുടെ ദുരിതാവസ്ഥകളെല്ലാം നോക്കി കാണുകയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള എല്ലാ മേഖലകളെയും ദൈവം ഇടപെടുന്നുണ്ട്. പക്ഷെ ഇത് ഇപ്പൊ ഞാൻ ഒരു സംരക്ഷണം എനിക്ക് അനുഭവിക്കാനിടയായി. അത് എത്ര ദിവസം ഉണ്ടാവും എന്റെ ഓർമ്മയില്? എന്നുണ്ടായിരിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ മനുഷ്യന്റെ ജീവിത അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ അനുഭവങ്ങളിൽ നിന്നും ഓരോ ദിവസവും അതിനോടുള്ള ഒരു സ്നേഹവും ഭയവും ഭക്തിയും ഒക്കെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും വളരെ ദുർബലമാകാൻ തുടങ്ങും. പിന്നെ ഒരു മാസം കഴിയുമ്പോൾ അറിയാലോ, പിന്നെ ഒരു വർഷം കഴിയും. പക്ഷെ നമുക്ക് ഓർമ്മയിലുണ്ടാവും ദൈവം അന്ന് എന്നെ സഹായിച്ചതാണ്. പക്ഷെ അതനുസരിച്ചുള്ള ഒരു റെസ്പോൺസ്, ഒരു പ്രതികരണം, അല്ലെങ്കിൽ ആ ഒരു ഭയം, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു ഭക്തി, അതിവിധേയത്വം, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ അതിനു വേണ്ടി നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കാറില്ല അല്ലെ. നമുക്കിപ്പോ ഒരു സംരക്ഷണം ദൈവം തന്നു. ആർക്കും നിശ്ചയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭീകരമായ അപകടത്തിൽ നിന്നും, രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും ദൈവം നമ്മെ കരം പിടിച്ച് കൈപിടിച്ച് ഉയർത്തി. പക്ഷെ നമുക്ക് അത് ദൈവം തന്നെയാണ് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷെ അതിന്റെ ആ പൂർണ്ണമായ ഒരു ദൈവിക ഇടപെടലുകള് വിശ്വാസത്തോടുകൂടെ നമുക്ക് ഹൃദയത്തിൽ വിശ്വസിച്ച് ആരാധിച്ച്, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിച്ച് ബാക്കിയുള്ള ജീവിതം, അതായത് നമുക്ക് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ബാക്കിയുള്ള ജീവിതം ഉണ്ടല്ലോ, ദൈവം ദാനമായി വെച്ച് നീട്ടുന്ന ബാക്കിയുള്ള ജീവിതം, ആ ജീവിതത്തോട് നമ്മൾ എത്രത്തോളം സ്നേഹം പുലർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആത്മാർത്ഥത പുലർത്തുന്നുണ്ട്, അല്ലെങ്കിൽ വിശ്വസ്തത പുലർത്തുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് കൊടുക്കാൻ സാധിക്കുമോ? നമുക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ ഭയങ്കര പ്രയാസമൊക്കെ അല്ലേ. നമ്മൾ ആദ്യത്തെ ദിവസം ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ അതുപോലെ ദൈവത്തിന്റെ ഇടപെടലുകൾ ബോധ്യപ്പെട്ടു. പക്ഷെ ഓരോ ദിവസവും കഴിയുന്തോറും ആ ബോധ്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതല്ല, നമ്മളിലുള്ള പല ജീവിത വ്യഗ്രതയും ജീവിത യാത്രകളും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠയും ഒക്കെ അന്ന് തന്ന ആ സംരക്ഷണത്തിന്റെ ദൈവിക ശക്തിയെ ദുർബലമാക്കുകയും, പിന്നീട് നമ്മൾ അടുത്ത ആവശ്യം നമ്മൾ ചോദിച്ചു വാങ്ങും, അല്ലെങ്കിൽ അടുത്ത ആവശ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു മനുഷ്യനൊരു സ്ഥിരതയില്ല അല്ലെ. മനുഷ്യനൊരു സ്ഥിരതയില്ലാത്ത, ഒരു വിശ്വസ്തതയില്ലാത്ത ഒരു ജീവിതമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ആർക്കാണ് ലാഭം? ആർക്കാണ് ലാഭം? ആർക്കാണ് ലാഭം? മനുഷ്യനാണ്. ലാഭം മനുഷ്യനോ? പിശാചിനാണ് ലാഭം അല്ലേ. നമ്മൾ നന്ദിയില്ലാത്തവരായി ജീവിക്കുന്നതിന്റെ ലാഭം മുഴുവൻ കൊയ്യണത് ആരാണ്? പിശാചല്ലേ, സാത്താനാണ് അല്ലേ. നന്ദിയില്ലാത്തൊരു ജീവിതം നമ്മുടെ ജീവിതത്തില് അതായത് നമുക്ക് ഇന്ന് ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയില് നമ്മളെ ആരും സഹായിക്കാനില്ല, ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റുകയുമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വന്നു. അപ്പൊ നമ്മള് ഭയങ്കരമായ വേദനയോടുകൂടി പ്രാർത്ഥിച്ച് ദൈവം ആ ലാസ്റ്റ് മൊമെന്റിൽ കർത്താവ് ഇടപെടുന്നു, നമ്മളെ വീണ്ടെടുക്കുന്നു, സംരക്ഷിക്കുന്നു, നമുക്ക് സമാധാന ആശ്വാസവും സംരക്ഷണവും വീണ്ടും നമുക്ക് നൽകുന്നു. പക്ഷെ അതിന്റെ ആ മൊമെന്റിൽ നമ്മൾ അനുഭവിച്ച മാനസികമായതും ഭൗതികവുമായതും സാമ്പത്തികവുമായിട്ടുള്ള ആ പ്രതിസന്ധിയുടെ മുൾമുനയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കടന്നുപോയത് അല്ലെ.
അവിടെ നിന്നാണ് ദൈവം കൈപിടിച്ച് കരം പിടിച്ച് നമ്മളെ സഹായിച്ചത്, സംരക്ഷിച്ചത്. അപ്പൊ നമ്മള് ആ സമയത്ത് നമ്മളെ ദൈവം കൈവിട്ടെങ്കിൽ നമ്മൾ ചിലപ്പോ ജീവിക്കില്ലായിരുന്നു, അല്ലേ? അതെ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു കെണിയിലോ എന്ത് മനുഷ്യന് ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും, അല്ലേ? ഇപ്പൊ എത്രയോ രോഗികളാണ് അങ്ങനെ അതിജീവിച്ചത്. എത്രയോ അപകടങ്ങളിൽ നിന്നാണ് മനുഷ്യർ രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷെ ആ മുറിപ്പാടുകൾ മാത്രം ബാക്കിയായിട്ട് അവിടെ കിടക്കും. പക്ഷെ ആ വ്യക്തിയുടെ ഹൃദയത്തില് ദൈവത്തിന് യാതൊരു സ്ഥാനവുമില്ലാതെ, യാതൊരു സ്നേഹവുമില്ല, യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ ദൈവം അവരോട് വീണ്ടും കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ നമ്മളുടെ സംരക്ഷണത്തിന്റെ ഒരു ചോർച്ച വരുന്നതിന്റെ ഒരു മേഖല എന്താണ്? യഥാർത്ഥത്തില് നന്ദിയില്ലാത്തത് തന്നെയാണ്, അല്ലേ? അതെ അതെ നന്ദിയില്ലാത്തൊരു ജീവിതം അതായത് ഇന്ന് ഞാൻ സഹിക്കേണ്ട കാര്യം ദൈവം അതിനെ തട്ടിമാറ്റി നമ്മൾക്ക് അത് ദൈവകൃപയാല്, ദൈവത്തിന്റെ കരുണയാല് ദൈവം അതിനെ തട്ടിമാറ്റി, ദൈവം തന്റെ കരുണ കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു. പക്ഷെ ഇന്ന് ഒരു ദിവസം അത് ഓർക്കുക, അതിന് ദൈവത്തിന് നന്ദി പറയുക മാത്രമല്ല, ഇത് എൻ്റെ മരണം വരെ അത് ഓർമ്മയായിരിക്കണം, അല്ലേ? ചില ആക്സിഡന്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ആ മുറിപ്പാട് മരണം വരെ ഉണ്ടാകും, അല്ലെ? അത് ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത വിധം വലിയ മുറിപ്പാടാണ് അത്. നമ്മള് ഹീലായിട്ടുണ്ടാവും, നമ്മൾ എല്ലാ തരത്തിലും ആരോഗ്യപരമായി നമ്മൾ ജോലിക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ എന്തുണ്ടായിട്ടുണ്ടാവും? മുറിപ്പാടുകൾ മാത്രം ബാലൻസ് ഉള്ളൂ, ഹൃദയത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോ പിശാചിന് വളരെ എളുപ്പമാണ് നമ്മളെ വീണ്ടും അടുത്ത കുഴിയിൽ വീഴ്ത്താൻ, അല്ലേ? അതെ അപ്പൊ നമ്മളുടെ സംരക്ഷണത്തിന്റെ ഒരു ചോർച്ചയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് നന്ദിയില്ലാത്ത ജീവിത യാത്ര നമ്മൾ തുടങ്ങുന്ന ആ നിമിഷം, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ മറന്നു പോകാൻ നമ്മള് ഈ ലോകത്തിന്റെ പലവിധ ജീവിത വ്യഗ്രതയിൽ കൂടുതൽ ഇൻവോൾവ് ആകുമ്പോഴാണ് നമ്മൾ ദൈവിക ഇടപെടലുകളെ കുറിച്ചുള്ള മറവി അല്ലെങ്കിൽ ബോധ്യം നമുക്ക് ഉണ്ടാവുന്നത്, അല്ലെ? അപ്പൊ നമ്മള് എന്നും അന്ന് രക്ഷിച്ചെങ്കിൽ ഇന്നും എന്നെ രക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടണ്ട, ഉത്കണ്ഠപ്പെടണ്ട. നമുക്ക് മുന്നോട്ട് പോകുന്നതിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ദൈവം ആ തക്ക സമയത്ത് നമ്മളെ കൈപിടിച്ച് നമ്മളെ സഹായിക്കും. അല്ലാതെ വേറെ ആരും എന്നെ സഹായിക്കാനില്ല, വേറെ ആരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും അത് സഹായിക്കാനുള്ള ശക്തിയോ പ്രാപ്തിയോ ഒന്നുമില്ല എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിന്റെ ഉള്ളില്, നമ്മൾ ആരുടെയും മുമ്പിൽ അത് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അറിയുന്ന ദൈവം സമയത്ത് പ്രവർത്തിക്കും, അല്ലെ? അപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു സംരക്ഷണ മേഖലയുടെ ദുർബലത നമ്മൾക്ക് അനുഭവപ്പെടാനുള്ള ഒരു കാരണം എന്ന് വെച്ചാല് എന്താണ്? നന്ദിയില്ലാത്ത ജീവിത മേഖല നമ്മൾ സൂക്ഷിക്കുന്നുണ്ടാണ്. അല്ലെങ്കിൽ നന്ദിയില്ലാതെ ജീവിത മേഖലകളെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെറിയ അനുഗ്രഹം തന്നാലും അത് മറന്നു പോകാനിടയിൽ ലോകം പലവിധ വ്യഗ്രതയിൽ നമ്മളെ മുഴുകിക്കാനായിട്ട് ഇടയാകും. പക്ഷെ മറന്നു പോകരുത്, കാരണം അന്ന് എന്നെ കൈവിട്ട് കളഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ആയിരിക്കുകയില്ല, ഞാൻ ജീവിക്കേണ്ടിയിരുന്നത് എന്നുള്ള ബോധ്യം നമ്മൾ എപ്പോഴും പറഞ്ഞ് അത് നമ്മുടെ മക്കളെയും നമ്മുടെ ജീവിത മേഖലകളിൽ ഓരോ അനുഭവങ്ങളുടെ ഇടയിലും മറ്റുള്ളവരോടും ഒക്കെ പറയുമ്പോൾ അത് പബ്ലിഷ് ആവണേണ്, അല്ലേ? ഇപ്പൊ നമ്മൾ മറന്നു പോയാലും ഈ നമ്മൾ ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ, നിന്നെ അന്ന് ദൈവം അനുഗ്രഹിച്ചല്ലേ, ഇനിയും ദൈവം അനുഗ്രഹിക്കും, നീ ശക്തമായി പ്രാർത്ഥിക്കല്ലേ, നീ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാ മേഖലകളെയും വിട്ടുകൊടുക്ക് എന്നൊക്കെ അവർ ചിലപ്പോൾ നമ്മളോട് പറയും. കാരണം ഒരു പ്രാവശ്യം അനുഗ്രഹം കിട്ടിയതാണെന്ന് അവരോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലേ? അപ്പൊ നമ്മൾ ആരോടെങ്കിലും ഒക്കെ പറയണം. അതൊരു സുവിശേഷ പ്രഘോഷണം, ആ ടെസ്റ്റിമണി നമ്മൾ ഒരിക്കലും ഏറ്റവും ചെറിയ അനുഗ്രഹം പോലും നമ്മൾ ഒളിപ്പിച്ച് വെക്കുകയോ മറന്നു കളയോ അവഗണിച്ചു കളയോ അല്ലെങ്കിൽ അലസതയോടുകൂടെ നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അത് പിന്നെ ആവാന്ന് പറയുകയോ ചെയ്യുമ്പോ അവിടെയൊക്കെ പിശാചിന് നമ്മളുടെ ഉള്ള ദൈവീകമായ അനുഗ്രഹത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. നമുക്ക് ആ മേഖലകളെല്ലാം തിരിച്ചറിയുവാൻ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പറയത്തിന് സ്തോത്രഗീതം വായിക്കാം. അമന ബെഞ്ചമിൻ.
വായിക്കാം. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്വസ്ത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധ അമ്മയുടെ ആ എളിമയുള്ള ജീവിതത്തിന്റെ അനുഗ്രഹ യോഗ്യതയാൽ അമ്മയ്ക്ക് കിട്ടിയ എത്രയോ കൃപകളാണല്ലേ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് സാധാരണ ഒരു വ്യക്തി ആയിരുന്നില്ല എന്നുള്ളത് ഈ മറിയത്തിന്റെ സ്തോത്രഗീതത്തിന്റെ ഓരോ വാക്കുകളും നമ്മളെ നമുക്ക് അറിയാം. മറിയത്തെ എങ്ങനെ അറിയാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ഒരു ചെറിയ വചനഭാഗത്തിന്റെ പൂർണ്ണതയിൽ അമ്മ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മറിയത്തിനെ കുറിച്ച് ഒരുപാടൊന്നും ബൈബിളിൽ അധികം ഇല്ലെങ്കിലും ഉള്ളത് പൂർണ്ണതയോടുകൂടെ നമ്മൾ അറിയിക്കുന്നുണ്ട് അല്ലെ. അതിന്റെ പ്രധാന ഭാഗമായ ഒരു ഭാഗമാണ് മറിയത്തിന്റെ സ്തോത്രഗീതം. അമ്മയുടെ ഹൃദയത്തിന്റെ ഉണ്ടായ എളിമ, അതായത് ഒരു മനുഷ്യൻ എളിമപ്പെടുന്നത് എങ്ങനെയാണ്? സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ടാണ് അല്ലെ. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത പരമദാരിദ്ര്യവും ദുരിതവും ഒരുപോലെ വേട്ടയാടപ്പെടുന്ന ഒരവസ്ഥയിലും ദൈവത്തിരുമുമ്പില് ഒന്നിനും പരാതിയില്ലാതെ, ഒന്നിനും അധികാരത്തോടുകൂടെയോ അല്ലെങ്കിൽ അവകാശത്തോടുകൂടെയോ ഒന്നും തന്നെ പറയാതെ ആമേൻ പറയുന്ന വാക്കിൽ യാതൊരു മാറ്റവും ഇല്ലാതെ അവസാനം വരെ എളിമ എന്ന് പറഞ്ഞ വാക്കിന്റെ പുണ്യപൂർണതയിലെത്തി നിന്ന ഏക ഒരു വ്യക്തിത്വം പരിശുദ്ധ അമ്മ തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവം, പിതാവായ ദൈവം മറിയത്തെ സെലക്ട് ചെയ്തതിന്റെ പ്രഥമ കാര്യം എന്ന് പറഞ്ഞാൽ ആ മറിയം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഈ ലോകം ഇന്നും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് മാതാവിനെതിരെ ഇത്രമാത്രം രൂക്ഷമായ വിമർശനവും അതുപോലെ മാതാവിനെതിരെ ചിന്തകളും പഠനങ്ങളും പ്രബോധനങ്ങളും ഒക്കെ അഴിച്ചുവിടുന്നു. കാരണം ഈ മറിയത്തെ ധ്യാനിക്കുക മനുഷ്യന് അസാധ്യമാണ്. ദൈവത്തെ ധ്യാനിക്കാൻ സാധ്യമാണ്. കാരണം എന്താ? ദൈവം സർവശക്തനും. ബൈബിളില് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ബൈബിളില് ദൈവത്തെ കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും ധ്യാനിക്കാൻ നമുക്ക് സാധിക്കും ദൈവകൃപയാല്. പക്ഷെ മറിയത്തെ ധ്യാനിക്കണമെങ്കിൽ നമുക്ക് ദൈവം അനുവദിക്കണം. ദൈവം അനുവദിക്കാതെ ഒന്നും തന്നെ മറിയത്തെ ധ്യാനിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. കാരണം അത്രമാത്രം എളിമയാ. പലരും ചോദിക്കും, അമ്മയ്ക്ക് അതിന്റെ ആവശ്യമുണ്ടോ? മറിയത്തിന് അങ്ങനെ ആവശ്യമുണ്ടോ? എത്ര സങ്കടങ്ങളും വേദനകളാണ് ദൈവം കൊടുത്തത്, അതൊക്കെ നീതിയാണോ ന്യായമാണോ എന്ന് പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നെ മാത്രമല്ല, സ്വന്തം അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചു എന്ന് പറയുന്നതാണല്ലോ മെയിൻ കുറ്റം. പരിശുദ്ധ അമ്മയുടെ മുമ്പില് ദൈവം അങ്ങനെ വിളിച്ചു. അപ്പൊ അത്രമാത്രം ചെറുതാക്കിക്കൊണ്ട് വിളിക്കുമ്പോ ദൈവത്തിന്റെ അമ്മയെ അങ്ങനെ വിളിക്കുന്നതില് എന്തോ ഒരു അസ്വസ്ഥത. അപ്പൊ ഇപ്പോഴും വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ഇപ്പോഴും ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാത്ത ഒരുപാട് മനുഷ്യരുടെ ഇടയിലാണ് അമ്മയുടെ ശക്തമായ ഓരോ അടയാളങ്ങളും അത്ഭുതങ്ങളും ഇന്നും ഈ സമയവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് മറിയത്തിൻ്റെതായ ആ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ മറിയത്തിൻ്റെതായ ശക്തി അമ്മ ഒരിക്കലും അമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം എവിടെയും പ്രവർത്തിക്കുന്നില്ല. ദൈവം അനുവദിക്കുന്നിടത്ത് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ദൈവം അവകാശപ്പെടുത്തി വെച്ചിരിക്കുന്നിടത്ത് മാത്രമേ പ്രവർത്തിക്കൂ. കാരണം അല്ലാത്തടത്ത് പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? വചനം പറയുന്നില്ലേ, മുത്തുകൾ എവിടെ ഇടരുതെന്നാ പറയണത്?
പന്നിക്കൂട്ടിൽ കൊണ്ടിടരുത്, കാരണം അത് ചവിട്ടി അരക്കപ്പെടും. അപ്പൊ വിശ്വാസ മേഖലകള് ഇന്നും മറിയത്തിന്റെ ദേവാലയങ്ങളും അതുപോലെ മരിയൻ ഭക്തിയും മരിയ ഭക്തരും ഒക്കെ ഒരുപാട് സമൂഹങ്ങളുണ്ട്. പക്ഷെ യഥാർത്ഥ റിയാലിറ്റി, അതായത് യഥാർത്ഥ മരിയൻ ഭക്തിയിലേക്ക് വരുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് എന്ത്? മറിയത്തിന്റെ സ്വഭാവങ്ങള്, അല്ലേ? മറിയത്തിന്റെ സ്വഭാവങ്ങളുള്ളവർക്കാണ് യഥാർത്ഥ മരിയൻ ഭക്തിയില് ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? മറിയത്തിന്റെ യഥാർത്ഥ ഭക്തിയിലുള്ള ഒരു ജീവിതങ്ങളുടെ ഒരു അടയാളമാണ് എന്ത്? എളിമ, അല്ലേ? ദൈവത്തിന്റെ ഒരുപാട് മനുഷ്യര് ദൈവത്തിന്റെ അമ്മയുടെ സാക്ഷികളും അല്ലെങ്കിൽ ദൈവത്തിന്റെ അമ്മയുടെ അധ്വാനത്തിന്റെ ഒരു പങ്കാളികളായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്നവരെല്ലാവരുടെയും ഒരു സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കിയേ മതി. എവിടെയാണ് ഈ പുണ്യങ്ങൾ അവരിൽ നിലകൊള്ളുന്നത്? എനിക്ക് എളിമയുണ്ടെന്നും പറഞ്ഞ് ഞാൻ സീക്രട്ടായിട്ട് ഉപയോഗിക്കുന്ന സംഭവമല്ല, അല്ലേ? എനിക്ക് എളിമയുണ്ട്, അത് ഞാൻ രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെക്കുന്ന കാര്യമാണോ? അല്ല, അത് ജീവിതമാണ്, അല്ലേ? എളിമ എന്ന് പറയുന്നത് പരസ്യമാക്കേണ്ട കാര്യമാണ്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുകയോ നാടകം കാണിക്കുകയോ ഒന്നുമല്ല, അത് ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യമാണ്. അത് ആരും അതിനെ അത് ജീവിതം, അതായത് എളിമ എന്ന് പറഞ്ഞൊരു ജീവിതമാണ്. അതൊരു ഇപ്പൊ നമ്മുടെ ശരീരത്തില് ബ്ലഡ് ക്ലോട്ട് ആയാൽ എന്ത് സംഭവിക്കും? നമുക്ക് തലകറക്കം വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബോഡി റിയാക്ട് ചെയ്യും, അല്ലേ? അപ്പൊ അതിന്റെ ഒരു അപ്പൊ നമ്മളുടെ ശരീരത്തിൽ അങ്ങനെയുള്ള ബ്ലഡിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കത് ബോഡിയിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരു വ്യക്തിക്ക് എളിമയുണ്ടെന്ന് അറിയണമെങ്കിൽ അതും ആ ഒരു ജീവിതത്തിൽ കൂടിയാണ് നമ്മൾ മറ്റുള്ളവർ അറിയണത്, അല്ലേ? എനിക്ക് അല്ലെങ്കിൽ എളിമയുണ്ടെന്ന് നമുക്ക് കൊട്ടിഘോഷിക്കുന്നുണ്ട്. എന്റെ മെയിൻ ആയിട്ടുള്ള അടയാളം എന്ന് വെച്ചാൽ അഹങ്കാരം. എനിക്ക് എളിമയുണ്ടെന്ന് നാലാളോട് ഉണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ അഹങ്കാരമാണ്. കാരണം എളിമ എങ്ങനെ ഞാൻ അറിയിക്കേണ്ടതല്ല, അറിയേണ്ടതാണ്, അല്ലേ? എന്നെ നോക്കി അറിയേണ്ട കാര്യമാണ്. ഞാൻ ആരെ അറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഈ അറിഞ്ഞ ദൈവത്തിന്റെ മുമ്പില് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയ ഒരു അമ്മ പറയുന്ന കാര്യം, എളിമയുള്ളവരെ അവിടെ നിന്ന് ഉയർത്തി. തന്റെ ദാസിയുടെ എളിമയെ തന്നെ ദൈവം എത്രമാത്രം മഹത്വവൽക്കരിച്ചു എന്നുള്ളതാണ്. നമുക്ക് യേശു നൽകുന്ന തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് 12-ാമത്തെ തിരുവചനം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ഇത് നമുക്ക് വ്യക്തമായിട്ട് അറിയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് നമുക്ക് പ്രകാശം ഉണ്ടെങ്കിൽ നമുക്ക് ഇരുട്ട് ഉണ്ടായിരിക്കും, അല്ലെ? പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ നമ്മളെ പ്രകാശത്തിൽ കൂടിയാണോ നടത്തുന്നത്? അപ്പൊ പ്രകാശത്തിന് വാല്യൂ കുറയും, അല്ലെ? ഇരുട്ടുണ്ടെങ്കിൽ പ്രകാശം വ്യക്തമായിട്ട് നമുക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലെ? എപ്പോഴും അതായത് നമ്മൾ വലിയ വിശുദ്ധിയുടെ സമൂഹത്തിൽ ജീവിക്കുകയാണ്, വിശുദ്ധര് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവിടെ വിശുദ്ധി മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു പുണ്യ സ്ഥലത്ത് അശുദ്ധി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അല്ലെ? അശുദ്ധിയെ നമുക്ക് അറിയണ്ടേ? അപ്പൊ ഈ ലോകത്തില് പ്രകാശം വരുന്നതിന്റെ കാര്യം എന്തായിരുന്നു? അന്ധകാരം നിറഞ്ഞതായത് കൊണ്ടാണ്, അല്ലെ? ഈശോ വന്നത് എന്താണ്? ലോകത്തില് ഭയങ്കരമായ അന്ധത. ഇപ്പോഴും അത് തന്നെയല്ലേ? ഇപ്പോഴും അന്ധതയാണ്. ഈ അന്ധകാരം അകറ്റാൻ വേണ്ടി ലോകത്തിലേക്ക് പ്രകാശമായി ദൈവം വന്നു. അപ്പോ ഈ പ്രകാശത്തെ ഫോളോ ചെയ്യുന്നവർ ഒരിക്കലും അന്ധകാരത്തിന്റെ നടുവിലാണെങ്കിലും അവർക്ക് വഴിതെറ്റില്ല, അല്ലെങ്കിൽ അവരുടെ പ്രകാശം കെട്ടുപോകില്ല, അല്ലെങ്കിൽ ആ പ്രകാശം അവർക്ക് അനുഗ്രഹവും അനുവദിക്കുന്ന ദൈവകൃപയുടെ മുമ്പിൽ ഭയമില്ലാതെ വിശ്വസ്തയോടുകൂടെ ചില ജീവിതങ്ങള് ഇപ്പൊ മിഷൻ മേഖലകളിലൊക്കെ എന്താണ് സംഭവം? മിഷനറികളാകാൻ കാരണം എന്താണ്? മനുഷ്യര് എന്താണ്?
ഇപ്പൊ തോമസ് ലീഹ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിന്റെ കാര്യം എത്രയോ ദൂരത്തുനിന്ന് വന്നതാണ്. ഇന്ന് നമുക്ക് ഫ്ലൈറ്റ് പിടിച്ച് നമ്മളൊരു 2-3 ദിവസം കൊണ്ടൊക്കെയാണ് അവിടെ എത്തുന്നത് അല്ലെ? എങ്ങനെ നമ്മള് ഫ്ലൈറ്റിലാണ് പോണത് അല്ലെ? തോമസ് ലീഹ വന്നത് ഫ്ലൈറ്റിലാണോ? അല്ല. അല്ല. എത്രമാത്രം ദുർഘടമായ യാത്രകൾ ചെയ്തിട്ടാണ് ഈ കേരളത്തിൽ വന്നത് അല്ലെ? അപ്പൊ അതെ, അതെ. എന്തുകൊണ്ടാണ് തോമസ് ലീഹയ്ക്ക് ഇങ്ങനെ കേരളത്തിലോട്ട് വരാനായിട്ട് ദൈവം അനുവദിച്ചുകൊണ്ടാണ്, ദൈവം സെലക്ട് ചെയ്ത്, ദൈവം അറിയാതെ ദൈവത്തിന്റെ ശിഷ്യന്മാര് മാത്രമല്ല ഈ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും മുളക്കുന്നില്ല അല്ലെ? വാടുന്നില്ല, കരിയുന്നില്ല, മുളക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈശോയുടെ ശിഷ്യൻ ഈ കേരളത്തിലേക്ക് വരാനായിട്ടുണ്ടായ കാരണം എന്തായിരുന്നു? കേരളത്തില് ഭീകരമായ അന്ധവിശ്വാസങ്ങളും അന്ധതയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? ഉണ്ടായിരുന്നില്ലേ? അതെ. അപ്പൊ നമ്മളെ ഇപ്പൊ ഈ പിൽഗ്രിമേജ് ട്രിപ്പിന് പോയപ്പോഴേക്കും അവിടെ പാവറട്ടിയോ അങ്ങനെ ഒരു സ്ഥലത്ത് തോമസ് ലീഹയുടെ പാവറട്ടിയാന്ന് തോന്നുന്നു, തളിയക്കുളം. തളിയക്കുളം. അവിടെ നമ്മൾ ചെന്നപ്പോ അവിടെ ഒരു ചരിത്രമുണ്ട്. തോമസ് ലീഹ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഈ ഓപ്പോസിറ്റ് ആയിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒഴിക്കുമ്പോ അവരൊരു ആരാധനയാണ് നടത്തുന്നത്, പക്ഷെ ഒന്നും സംഭവിക്കുന്നൊന്നുമില്ല. പക്ഷെ എന്തായിരുന്നു ആ സ്റ്റോറി? എന്തായിരുന്നു അവിടെ? ഈ ജലം വലിയൊരു അത്ഭുതമാണ്. അതായത് ദൈവത്തെ ആരാധിക്കുമ്പോ എന്തായിരുന്നു, ഞാൻ മറന്നുപോയല്ലോ സ്റ്റോറി. അത് അതവിടെ തോമസ് മേലോട്ട് ലീഹ പറഞ്ഞു, ഞാൻ ആരാധിക്കുന്ന ദൈവം ഈ ജലം സ്വീകരിക്കുമെന്ന് പറഞ്ഞു കൈക്കുമ്പിളില് വെള്ളമെടുത്ത് മുകളിലേക്ക് ഇറങ്ങിയപ്പോ അത് ജലകണികയായിട്ട് അവിടെ തന്നെ നിലകൊണ്ടു. അതെ, സ്റ്റോപ്പായിട്ട് അവിടെ സ്റ്റക്കായിട്ട് നിന്നു. ഞാൻ അപ്പൊ ഓർക്ക, അതായത് ഏലിയ നമ്മെ പോലെ മനുഷ്യനായിരുന്നു അല്ലേ? അതെ. ഈ ലോകത്തിന്റെ മുമ്പിൽ, ഈ അന്ധതയ്ക്കും അന്ധകാരത്തിന്റെ മുമ്പില് നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളില് എന്തുണ്ടാവണം? പ്രകാശം എന്ന് പറയുന്നതിന്റെ ഒരു അടയാളം എന്ന് പറഞ്ഞാൽ ഈ തോമസ് ലീഹയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് പ്രകാശമാണ്. പ്രകാശം എന്തിന്റെ ബേസിലാണ് പ്രകാശം ഉണ്ടായിരുന്നത്? ദൈവത്തിലുള്ള വിശ്വാസം വഴിയാണ് അല്ലെ? നമ്മള് വെറുതെ മരത്തിനെയും മുട്ടിയെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ അല്ല. എന്ത്? യഥാർത്ഥ സത്യദൈവത്തെ ആരാധിക്കുന്നതെന്ന് ലോകം അറിയണ്ടേ? അങ്ങനെ ദൈവത്തിന്റെ മഹത്വം ഇന്ന് ഈ നിമിഷവും നടക്കുന്ന അടയാളങ്ങള് വിശ്വസിക്കുന്നവരുണ്ടാവും, വിശ്വസിക്കാത്തവരുണ്ടാവും, സ്വീകരിക്കുന്നവരുണ്ടാവും, സ്വീകരിക്കാത്തവരുണ്ടാവും. പക്ഷെ പ്രകാശത്തെ ഒരിക്കലും അന്ധകാരമാണെന്ന് പറയാൻ പറ്റില്ല അല്ലെ? ബെൽസബൂലിനെ കൊണ്ടാണ് ഈശോ ഈ എന്താണ് പിശാചുക്കളെ ഒഴിവാക്കുന്നതെന്ന് പറയുന്നുണ്ട് അല്ലെ? ഈശോ അവിടെ അതിനെന്താ മറുപടി പറഞ്ഞത്? ഈ ഒരിക്കലും പിശാചുക്കളെ കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതൊരു മണ്ടത്തരമാണ് അല്ലെ? ഇപ്പൊ ഞാനൊരു മറ്റൊരു പിശാചിനെ കൊണ്ട് പിശാച് ബാധ്യത ഒഴിവാക്കുക എന്ന് പറഞ്ഞാല് ശരിക്കും എന്താണ് അത്? സത്യത്തിനെതിരായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഒരിക്കലും അവർക്കെതിരെ അവർ പ്രവർത്തിക്കില്ല അല്ലെ? അവർക്കെതിരെ അവർ ഇപ്പം എന്താണ് ഈശോ തന്നെ പറയുന്നുണ്ട്, ഒരു വ്യക്തി യോഹന്നാൻ സ്ലീഹ എന്ന് പറയുന്നുണ്ട്, അവര് നമ്മുടെ കൂടെ കൂടുന്നില്ല, അപ്പൊ ഞാൻ അവരെ തടയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈശോ എന്താ പറയണത്? നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്ത് തന്നെയാണ്. നമ്മുടെ കൂടെ ഇപ്പൊ ഈ ശിഷ്യഗണത്തിലേക്ക് വന്നില്ലെങ്കിലും അവരിലുണ്ടായ പ്രകാശം സത്യത്തിനോട് യോജിക്കുന്നതാണെങ്കിൽ ഈ സത്യത്തിന്റെ പ്രകാശം അവരും ആത്മീയമായി നമ്മളോട് ഐക്യപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചില ഗ്രൂപ്പുകാർ അല്ലെങ്കിൽ ചില കൂട്ടായ്മയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ അവരവരുടെ ശുശ്രൂഷ ചെയ്യും അല്ലെ? ഓരോരുത്തർക്കും ഓരോ ഇന്റൻഷനാണ്. ചിലവര് മധ്യസ്ഥ പ്രാർത്ഥന മാത്രം നടത്തുന്നവരുണ്ട്, ചിലവർ വചന പ്രഘോഷണം നടത്തുന്നവരുണ്ട്, ചിലവര് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഇന്റൻഷനാണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, ആത്മീയമായിട്ടുള്ള ഒരു അധ്വാനം ചെയ്യാൻ പറ്റും. ഇപ്പൊ ജപമാല ചെല്ലുന്നത് ആത്മീയമായ ഒരു അധ്വാനമാണ്. മറ്റു പ്രാർത്ഥനകൾ മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പരിത്യാഗങ്ങൾ എടുക്കുന്നത്, ഇതെല്ലാത്തിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ ഉള്ളില് ദൈവത്തിന്റെ ഒരു ചെറിയൊരു കണിക, ഒരു പ്രകാശം നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവിത മേഖലകളിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ?
ഇല്ല. എന്താന്ന് വെച്ചാൽ ഈശോ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കൽപ്പനയാണ് അല്ലെ, നിന്നെ പോലെ അതെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോ ഒരു കൃപയുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വലിയ പാപാവസ്ഥയിൽ നിന്നും വിടുതൽ കിട്ടി ആ മനുഷ്യൻ ഒരിക്കലും, അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് സമറിയാക്കാരിയാണ്. സമറിയാക്കാരി ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ ഒരു നല്ല ജീവിതം ജീവിച്ചൊരു വ്യക്തി ആയിരുന്നില്ല. അതുകൊണ്ടാണ് അവള് നട്ടുച്ച നേരത്തെ, അതായത് നട്ടുച്ച എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കത്തിക്കരിഞ്ഞു പോകുന്ന വെയിലത്ത് കുടമായിട്ട് ഇറങ്ങുകയാണ്. അപ്പൊ അറിയാലോ കഥ. അത് കഴിഞ്ഞിട്ട് ഈശോയുടെ ജീവന്റെ ജലം, അതായത് പരിശുദ്ധാത്മാവിന്റെ കൃപ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോ ഈ വ്യക്തി കുടവും കൊണ്ട് ഓടുന്നില്ല, തന്നെ ഓടുകയാണ് അല്ലെ അടുത്ത ആളുകളിലേക്ക്. അതായത് അവളുടെ ഉള്ളിൽ എന്ത് കിട്ടിയെന്നാണ്, എന്താ കിട്ടിയത്? പ്രകാശം. ആ ദൈവത്തിന്റെ ഒരു പ്രകാശം കിട്ടി അല്ലെ. നമുക്ക് യഥാർത്ഥത്തിൽ ഒത്തിരി പ്രാവശ്യം കിട്ടിയേക്കുന്ന കാര്യമാണ്. നമ്മൾ പക്ഷെ കുടവും കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നടക്കണത് അല്ലെ. നമ്മൾ പല സമയങ്ങളിലും കുട ഉപേക്ഷിക്കുന്നില്ല. കുടം നമ്മൾ കയ്യിൽ വെച്ചിട്ടാണ് ഓടുന്നത്. പല ഭയത്തോടു കൂടെയാണ് നമ്മൾ ചിലപ്പോ കുടം എന്ന് ഉദ്ദേശിക്കുന്നത് ചില ഉത്കണ്ഠകള് കുടമാണ്. പിന്നെ നമ്മൾക്ക് നാളത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിക്കുന്നത് ഈ ഒരു കുടമാണ്. അല്ലെങ്കിൽ ഭയം, അതായത് ഇതൊക്കെ ആണെങ്കിലും ഭയം, ഈ വിശ്വാസം എത്രമാത്രം ഉണ്ടെങ്കിലും നമ്മളെ പിടികൂടുന്ന ചില ഭയങ്ങളെല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട്, ചില കുടങ്ങളാണ്. സമറിയക്കാരി എല്ലാ പ്രതിസന്ധികളുടെ നടുവിൽ 5 ഭർത്താക്കന്മാരുണ്ട്. പക്ഷെ അവള് ശരിക്കും വളരെ വേദനാജനകമായ ഒരു അനാഥത്വം അനുഭവിക്കുന്ന ഒരു വ്യക്തി. ഇന്നിപ്പോ കാലഘട്ടം ഞാൻ ഓർക്കണം, നമുക്കിപ്പോ എല്ലാവരും ഉണ്ട്, മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാത്തത് എല്ലാവരും ഉണ്ട്. പക്ഷെ അവനവന്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ശരിക്കും പറഞ്ഞ ഭയങ്കരമായ ഒരു അനാഥത്വം ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു വേദന വന്നു അല്ലെങ്കിൽ മനക്ലേശം വന്നു, പക്ഷെ നമ്മളെ മനക്ലേശവും മനോവിഷമവും ഒക്കെ മനസ്സിലാക്കാനോ സ്വീകരിക്കുവാനോ അംഗീകരിക്കുവാനോ ആളില്ല. അങ്ങനെ വരുമ്പോ ശരിക്കും എന്താണ്, ഒരു അനാഥത്വമാണ്. നമുക്ക് എല്ലാവരും ഉണ്ടെങ്കിലും ഒരു അനാഥത്വം. അപ്പോ നമുക്ക് ഈ അനാഥത്വം വരുന്നത് നല്ലതാണ്. എന്താണ്, എല്ലാത്തിന്റെയും ഉടയവനിലേക്ക് നമുക്ക് നമ്മുടെ പ്രതിസന്ധികളെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ആരെങ്കിലുമൊക്കെ താങ്ങാനുണ്ടെങ്കിൽ നമ്മൾ ആ താങ്ങും സഹിച്ച് അല്ലെങ്കിൽ ആ താങ്ങും സ്വീകരിച്ച് ആയിരിക്കും. പക്ഷെ ഈ പ്രകാശത്തിലേക്ക് കടന്നു വരാൻ പിന്നെയും കാലതാമസം എടുക്കും. അതുകൊണ്ട് ഈശോ പറയുന്നത് എന്താണ്, ഈശോയിലേക്ക് വരുന്നവൻ ഒരിക്കലും ഈ കുടം ഉപേക്ഷിക്കാതെ കൂടെ നടക്കാൻ പറ്റില്ല അല്ലെ. നമുക്ക് എല്ലാവരും പല തരത്തിലും ഈ കുട ഉപേക്ഷിക്കാതെ ജീവിക്കുന്നോണ്ടാണ് പ്രതിസന്ധികൾ ഒരു 50-50 ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. നമുക്കുള്ളിൽ വിശ്വാസമുണ്ട്, ദൈവസ്നേഹമുണ്ട്, ദൈവഭയമൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ആവണേണ്. പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് നമ്മൾക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ഒരു മനോവേദന നമ്മളെ ഭരിക്കുന്നുണ്ട്. അപ്പോ 50-50 അല്ല, പൂർണ്ണമായിട്ടും ദൈവത്തിലുള്ള ആ പ്രകാശം നമുക്ക് കെട്ടുപോകാനായിട്ട് ഈ ലോകം, ഇപ്പൊ നമ്മളിപ്പോ ഒരു വലിയ വിശ്വാസത്തിലേക്ക് വന്നു, ഒരു ദൈവാനുഭവത്തിലേക്ക് വന്നു, കൂടി വന്നാ വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് എല്ലാ കൃപകളും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വരെ നേടിയെടുത്ത എന്ത് നല്ല നല്ല അനുഭവങ്ങളും അധ്വാനങ്ങളും അതിന്റെ ഫലം വളരെ കുറച്ച് സമയമേ നമ്മുടെ ഓർമ്മയിലും നമ്മുടെ ചിന്തകളിലും ഒക്കെ തങ്ങി നിൽക്കുള്ളൂ. ഇത് നമ്മൾ എപ്പോഴും ഓർക്കുക എന്ന് പറഞ്ഞാല് അത് മാനുഷികമല്ല, അത് ദൈവികമാണ് അല്ലെ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനവധിയായ അനുഗ്രഹങ്ങള് ഓർമ്മയോടെ, അത് ഈശോ പറയുന്നത് ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നല്ലേ പറഞ്ഞേക്കണത്. ബലിയില് പരിശുദ്ധ കുർബാനയില് പറഞ്ഞത് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പൊ എന്താണ്, ഈ ദൈവത്തിന്റെ ഓർമ്മയാണ് ഈ ഒരു ദിവസം ദൈവത്തിന്റെ കുരിശു മരണവും ഉത്ഥാന രഹസ്യങ്ങളും പീഡാനുഭവങ്ങളും എല്ലാം ഒരു ദിവസം ലോകത്ത് എത്ര ബലിപീഠത്തിലാണ് ഈ ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അത് നമ്മൾ വിശ്വാസത്തോടു കൂടെ സ്വീകരിക്കുമ്പോ അതെന്തായി മാറുന്നു, അവിടെ വലിയൊരു അന്ധകാരാവസ്ഥ മാറുന്നു, നമ്മുടെ ഉള്ളിൽ ഒരു ആശ്വാസം ലഭിക്കുന്നു. പലപ്പോഴും വെറുതെ ആണെങ്കിലും കുർബാന കൂടുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുന്നത് എന്താണ്, അവിടെ ഒരു അന്ധത മാറുന്നത് കൊണ്ടാണ്. അതായത് ആത്മീയ അന്ധത. നമുക്ക് ഇപ്പോ ഇരുട്ടാണെന്ന് പറയാനായിട്ട് നമുക്ക് ചിലപ്പോ കാണാൻ പറ്റാത്ത ഇരുട്ടുകളുണ്ട് ഉള്ളില്
നമ്മുടെ ആന്തരിക അവസ്ഥയിൽ ഒരുപാട് ഇരുട്ടുകളുണ്ട്. അവിടേക്ക് ഈശോയുടെ പ്രകാശം കടന്നു വരണം, ഈശോയുടെ സ്നേഹം കടന്നു വരണം, ഈശോയുടെ ഇടപെടലുകൾ തന്നെ നമ്മൾ അനുഭവിക്കണം. അല്ലാതെ നമ്മൾ ആരിൽ നിന്നൊക്കെ എന്തൊക്കെ സ്വീകരിച്ചാലും ഒരു കുറച്ചു നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, അവരെന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഒരു കൗൺസിൽ ചെയ്യുന്ന ഒരു കൃപയുള്ള ഒരു വ്യക്തിയോട് നമുക്കൊരു ഒരു അടുപ്പമുണ്ട്. പക്ഷേ കുറച്ച് സമയങ്ങൾ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റൂ, ജീവിതകാലം മുഴുവനും അങ്ങനെ സഹായിക്കാൻ പറ്റും. എനിക്ക് ഒരിടക്ക് അങ്ങനെ ഉണ്ടായിരുന്നു പ്രശ്നം. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ വിളിക്കും. എന്നെ വിളിച്ച് എനിക്ക് മനസ്സിലായി പുള്ളിക്ക് ഭയങ്കര അസ്വസ്ഥതയാണെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ശരിയല്ല, ഇങ്ങനെ വിളിക്കുന്നത് ശരിയല്ല, അതങ്ങനെ വിളിക്കുന്നത് തെറ്റാണെന്ന് പിന്നെ മനസ്സിലായി. കാരണം അവരും മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്. അവര് ഒരു ദൈവിക ജീവിതത്തിലൊന്നുമല്ല ജീവിക്കുന്നത്, സാധാരണ മനുഷ്യ ജീവിതത്തിലാണ് ജീവിക്കുന്നത്. അപ്പോ അവരുടെ കുറവുകളും ബലഹീനതകളും കൊണ്ട് തന്നെയാണ് അവര് ദൈവകൃപയുമായിട്ട് കൊണ്ടു നടക്കുന്നത്. അപ്പൊ നമ്മളോ അതിനേലും വലിയ അവസ്ഥയിലാണെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് ഒരാള് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വിളിയൊക്കെ നിൽക്കും. പിന്നെ തന്നെ നമ്മൾ വിളിക്കുന്നത് എങ്ങോട്ടാ? ദൈവത്തിലേക്കാ അല്ലെ? എല്ലാവരും ചൂണ്ടുവിരല് മാത്രമേ ഉള്ളൂ അല്ലെ? ലക്ഷ്യം എന്ന് പറഞ്ഞാല് വഴി കാണിച്ചു തരാൻ മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ, വഴിയായി മാറാൻ പറഞ്ഞിട്ടില്ല അല്ലെ? ഈ വഴിയായി മാറുന്നത് കൊണ്ടാണ്, ചിലപ്പോൾ നമ്മൾ വഴിയായി സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഒരു ശരിക്കുമുള്ള പ്രകാശത്തിലേക്ക് നമുക്ക് എത്താത്തത്. ഈശോയാണ് വഴി, ഈശോയാണ് സത്യം, ഈശോയാണ് ജീവൻ. വേറൊരു വഴിയും സത്യത്തിനും ജീവനിലേക്ക് നമ്മൾ ഏതെങ്കിലും മാർഗത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രകാശം നഷ്ടപ്പെട്ടു പോകും. പക്ഷെ എല്ലാവരും പറയുന്ന ഉപദേശങ്ങളൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും, പക്ഷെ നമുക്ക് പ്രകാശം കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ സത്യം കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ അന്ധകാര അവസ്ഥ മാറില്ല. അപ്പോ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും ആത്മീയതയിൽ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീയമായ അന്ധതയുടെ മുകളില് ദൈവിക പ്രകാശം അല്ലാതെ വേറെ ഏതെങ്കിലും പ്രകാശത്തിലേക്ക് നമ്മൾ ഒന്ന് ചാഞ്ഞാൽ മതി, പിന്നെ നമ്മളെ മുഴുവനായിട്ട് അടിച്ചുകൊണ്ട് പോകാൻ അവന് സാധിക്കും. അതുകൊണ്ട് നമുക്കിപ്പോ ഇരുട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇരുട്ടാണെങ്കിൽ ഇരുട്ടിന്റെ ഉള്ളില് പ്രകാശം വരുമ്പോ ഭയങ്കരമായിട്ട് പ്രകാശമായിരിക്കും. ചെറിയ വെട്ടമാണ്, നമുക്ക് പെട്ടെന്നൊരു വെട്ടം കിട്ടുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ മഞ്ഞളിച്ചു പോകും, ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ കാണാൻ പറ്റാണ്ടായതുകൊണ്ടാണ് പൗലോസ്ലിഹയ്ക്ക് 3 ദിവസം ഒരു എന്താണ് ഇതായിട്ട് ഇരുന്നത്. 3 ദിവസത്തോളം ഒരു അന്ധകാരാവസ്ഥയിൽ തന്നെ ഇരുന്നു. ഈശോയുടെ ഒരൊറ്റ വെട്ടം കൊണ്ട്, ഒറ്റ സെക്കൻഡ് കൊണ്ട് കുതിരപ്പുറത്തുനിന്ന് വീണുവെങ്കിലും ആ ഒറ്റ വെളിച്ചത്തില് പിന്നെ 3 ദിവസം കണ്ണുറക്കാൻ പറ്റിയില്ല. അപ്പൊ പെട്ടെന്നുള്ള വലിയ വലിയ പ്രകാശമൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ പതിക്കെ ചെറിയ മിന്നാമിന്നിങ്ങിന്റെ നുറുങ്ങ് വെട്ടത്തിൽ കൂടി നമ്മൾ പതിക്കെ പിടിച്ചു കയറിയാൽ മതി. പക്ഷെ അത് പിടിച്ചു കയറുമ്പോൾ നമുക്ക് അവസാനം വരെ ആദ്യത്തെ വെട്ടം ഒരിക്കലും മറന്നു പോകരുത്. ആദ്യത്തെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ദൈവത്തിന്റെ ഇടപെടലുകൾ വഴി നമ്മുടെ ഉള്ളിലേക്ക് വന്ന പ്രകാശം. ഈ പ്രകാശം മരണം വരെ നമ്മൾ ഓർത്തും ധ്യാനിച്ചും ആരാധിച്ചും സ്നേഹിച്ചും ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമുക്ക് അന്ധകാരാവസ്ഥയിലേക്ക് പോകാൻ ദൈവം അനുവദിക്കില്ല. കാരണം ആദ്യത്തെ അനുഭവം അവൻ ഹൃദയത്തിൽ വിശ്വസിച്ചു. പൗലോസ്ലിഹയുടെ ആദ്യത്തെയും അവസാനത്തെ അനുഭവത്തിലായിരുന്നു പൗലോസ്ലിഹ വിശുദ്ധ ജീവിതത്തിലേക്ക് വന്നത് അല്ലെ? ദൈവം പിന്നീട് ഇങ്ങനെ ഒരു അവസരം കൊടുത്തിട്ടില്ല. ഒറ്റ വെട്ടത്തിൽ തന്നെ എല്ലാ അന്ധകാരാവസ്ഥയും മാറി. അവിടെ കർത്താവ് ക്ലാസ് എടുത്തിട്ടില്ല. എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഈശോയെ തൊഴിക്കരുതെന്ന് അല്ലെ? ഈശോയെ തൊഴിക്കരുത്. അതായത് നമ്മൾ അന്ധകാരാവസ്ഥയിലാവുമ്പോഴേക്കും നമ്മൾ തൊഴിക്കുന്നില്ല, നമ്മളുടെ പേരും പറഞ്ഞ് ആരാ തൊഴിക്കണത്? ദൈവത്തെ പിശാച് തൊഴിക്കുന്നുണ്ട്. നമ്മുടെ പേര് പറഞ്ഞിട്ടാണ്. എന്റെ പേര്, ഞാൻ പാപാവസ്ഥയിൽ അല്ലെങ്കിൽ നിന്നയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തോട് നന്ദിയില്ലാതെ ജീവിക്കുമ്പോ ഈശോയെ നമ്മൾ ഓരോരുത്തരും തൊഴിക്കുകയാണ്. തൊഴിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മൾ ക്ലിയർ ആണെന്നുള്ള മട്ടിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ പിശാച് നല്ല തൊഴി നമ്മുടെ പേര് പറഞ്ഞ് തൊഴിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു അന്ധകാരാവസ്ഥയിലാണ്, നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ പിശാച് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആദ്യത്തെ അനുഗ്രഹം തന്നെ നമ്മളുടെ പ്രകാശം കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ അത് ഫോളോ ചെയ്യണം, അത് നിലനിൽക്കുക. എന്ത് കൃപയും നമുക്ക് തരാൻ ദൈവം സന്നദ്ധനാണ്. പക്ഷെ അത് നിലനിൽപ്പ്, അത് നമ്മുടെ അധ്വാനം തന്നെ. എന്ത് കൃപയും ഇപ്പൊ പ്രാർത്ഥിക്കണോ? നമ്മൾ പ്രാർത്ഥിച്ച് കുറച്ച് കളയുമ്പോൾ പ്രാർത്ഥന മടുപ്പ് തോന്നും. എന്താ കാര്യം? പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിശാചിന് അടി കിട്ടും. അപ്പൊ പ്രാർത്ഥന മടുപ്പ് തോന്നാനുള്ള അവസരങ്ങളും ജീവിത സാഹചര്യങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് പിശാചിന്റെ ഡ്യൂട്ടി. അവന്റെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കണത്? നമുക്ക് പ്രാർത്ഥിക്കുന്ന ആ കൃപ കുറയും.
പ്രാർത്ഥന കുറയും. പ്രാർത്ഥനയോടുള്ള സമയ മേഖലകളൊക്കെ പിശാച് പലവിധ അവസ്ഥകളിൽ മാറ്റും. തിരക്കാവും, ജീവിത വ്യഗ്രത കൊണ്ടുവരും, രോഗങ്ങൾ കൊണ്ടുവരും. പക്ഷേ ഒരിക്കൽ പോലും പരിശുദ്ധ മറിയം എത്ര സങ്കടത്തിന്റെ നടുവിലും കുരിശിന്റെ ചുവട്ടിലും പ്രാർത്ഥന മുടക്കിയില്ല. സങ്കടങ്ങളുടെയും സന്തോഷങ്ങളുടെയും നടുവില് ദൈവത്തിന്റെ മുമ്പിൽ എന്നും പ്രാർത്ഥന ശക്തമായി ഉപയോഗിച്ചു. ഇത് തന്നെയാണ് നമ്മുടെ പ്രകാശം നഷ്ടപ്പെട്ടു പോകാനുണ്ടാവുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മുടെ കമ്മിറ്റ്മെന്റ് തെറ്റുന്നത് കൊണ്ടാണ്. നമ്മുടെ വിശ്വസ്തമായ ദൈവത്തിന് കൊടുത്ത വാഗ്ദാനം തെറ്റുന്നതുകൊണ്ട്. ഇപ്പൊ വൈദികര് വിശ്വസ്തമായ വാഗ്ദാനത്തിൽ പ്രതിജ്ഞകൾ നിറവേറ്റി അവര് ആദ്യത്തെ സ്നേഹം കൈവിടുന്നത് കൊണ്ടാണ് അവർക്ക് കുറച്ചാൾ കഴിയുമ്പോൾ ഈ ലോകത്തിന്റെ ജീവിത വ്യഗ്രതയും ലോക താല്പര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതിന്റെ ആദ്യം കൊടുത്ത ആ സ്നേഹം അവർ കുപ്പായം ഇട്ടപ്പോ ഈശോയുടെ വസ്ത്രം, പൗരോഹിത്യ വസ്ത്രം ധരിച്ചപ്പോ അവരുടെ ഉള്ളിലുണ്ടായ ആ തീഷ്ണതയുടെ മേല് ഈ ലോകം വലിയ അവരുടെ ഉള്ളിലുള്ള പല ആഗ്രഹങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ അതിനോട് നോ എന്ന് പറയാൻ അവർക്ക് സാധിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും നോ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് എല്ലാ ജീവിതങ്ങളിലും ഇപ്പൊ യുവജനങ്ങളുടെ ഇടയിലാണെങ്കിലും പല കാര്യങ്ങളും നോ എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അന്ധകാരം ഇടിച്ചു കയറുന്നത്, പ്രകാശം ദുർബലമാകുന്നത്. അപ്പോൾ അന്ധകാരം മാറണമെങ്കിൽ നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ മേല് നിലനിൽപ്പ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു സ്ഥിരത ഉണ്ടാവണം. അതിനുവേണ്ടി അധ്വാനിക്കണം. ഒരിക്കലും നമ്മൾ അധ്വാനിക്കാതെ ദൈവകൃപ നിൽക്കില്ല. മേഖലകളെല്ലാം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നത്, ലാഭം മുഴുവൻ കൊയ്യാനിടയാകുന്നത് പിശാചല്ലല്ലോ നമ്മളെ സഹായിക്കുന്നതും നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ അനുഗ്രഹിച്ചതും. അപ്പോൾ ദൈവത്തിന് തന്നെ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കണം. അതിനു വേണ്ടി നമ്മൾ ദൈവത്തിന് വേണ്ടി തന്നെ അധ്വാനിക്കണം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, പിശാചിന്റെ മക്കളല്ല. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഒരിക്കലും ഈശോ പറഞ്ഞ എന്താണ്? ഈശോയെ അനുഗമിക്കുന്നവൻ, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ഒരിക്കലും അതിന് ദൈവം അനുവദിക്കില്ല. അതിനൊരിക്കലും ദൈവം അനുവദിക്കില്ല. അത് ദൈവം കോട്ട കെട്ടി സംരക്ഷിക്കും. ആ ഒരു തിരിച്ചറിവോടുകൂടെ ഇന്ന് കാലഘട്ടത്തിന്റെ വികരമായ അവസ്ഥ, ദൈവഭയമില്ലാത്ത ഒരു മേഖല, ദൈവത്തെ അനുസരിക്കാൻ വയ്യ, ദൈവത്തെ ആരാധിക്കാൻ വയ്യ. ഇതൊക്കെ വരണതിന്റെ കാര്യം നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം നഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു അടയാളം. ദൈവത്തെ ഫോളോ ചെയ്യാൻ, ദൈവം പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ വയ്യ. ഇതൊക്കെ പറയണതിന്റെ കാര്യം നമ്മുടെ ഉള്ളിലുള്ള ദൈവകൃപയുടെ മേല് പിശാചിന് കൈമാറ്റം സംഭവിച്ചു. ഇത് തിരിച്ചറിയുവാൻ ഈ അടുത്ത തലമുറകളും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനും യെസ് പറയേണ്ട സ്ഥലത്ത് യെസ് പറയാനും ഉള്ളിലുള്ള പ്രകാശം വേണം. പ്രകാശം മങ്ങിപ്പോയാൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പരിശുദ്ധാത്മാവിനോട് പറയണം. നമ്മൾ മനുഷ്യരാണ്, ദുർബലരാണ്. അപ്പോ പരിശുദ്ധാത്മാവ് എണ്ണയായിട്ട് വരും. എണ്ണ തീർന്നു പോകുന്നത് കൊണ്ടാണ് നമുക്ക് വീണ്ടും നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെ. പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ട്. നമ്മൾ നിറയാൻ വേണ്ടി അല്ലെങ്കിൽ പ്രകാശിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഒരു കൃപ എല്ലാ മനുഷ്യരിലേക്ക് നിറയട്ടെ. പരിശുദ്ധ ദൈവം നമ്മുടെ പ്രകാശമായി നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രകാശത്തെ നശിപ്പിക്കാനിടയാക്കുന്ന എല്ലാ പൈശാചികമായ ലോകാരൂപിയുടെ മുമ്പിൽ അതിജീവിക്കുവാനുള്ള ദൈവിക പ്രകാശം എന്നും ഞങ്ങൾക്ക് ശക്തമായി ഉണ്ടാകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ